ഹലോ. നല്ല മഞ്ഞുണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒരു ഫ്രീ ടൈമിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെറിയ ഊബർ ഈറ്റ്സ് അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഇവിടുത്തെ മഞ്ഞ് വീഴുന്ന ഒരു സീൻ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര ഹാഷാണ് ഇന്ന്. സ്നോ സ്റ്റോമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ പറഞ്ഞു വന്നത്, നമ്മൾ ഫ്രീ ടൈമിൽ ചില സമയങ്ങളിൽ ഫുഡ് ഡെലിവറി ചെയ്യാനും അതുപോലെ തന്നെ ഗ്രോസറി മറ്റുള്ളവർക്ക് വേണ്ടി ഡെലിവറി ചെയ്യാനും ഒക്കെ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. റോഷനും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. റോഷ, എന്താ റോഷ പറയാനുള്ളത്? ഒരു കാര്യം ഒരു കാര്യം പറയാനുള്ളത്, റോഷൻ മലയാളിയാണെങ്കിലും റോഷന്റെ മലയാളം ഒരു മുറി മലയാളമാണ് കേട്ടോ. റോഷൻ മലയാളം സംസാരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ നമ്മളിപ്പോൾ പുറപ്പെടുന്നേ ഉള്ളൂ. ഇന്ന് ആക്ച്വലി സ്നോ സ്റ്റോം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും നോക്കിയില്ല. നമ്മളിങ്ങനെ ഇറങ്ങിയതാ. പറ്റുമോ നോക്കും, എന്നിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. റോഷ റെഡി അല്ലേ? റോഷ റോഷൻ എന്നോടാ ചോദിക്കേണ്ടത് റെഡി അല്ലേ എന്നല്ല റോഷ. റോഷൻ എന്നോടാണ് ചോദിക്കേണ്ടത് റെഡി അല്ലേ. അപ്പൊ നമുക്ക് അവിടെ വെച്ചാണ്. അപ്പൊ റോഷ, നമ്മള് ഈ വിന്റർ ആക്ച്വലി കഴിഞ്ഞ കൊല്ലത്തിനെ കാട്ടി ഇച്ചിരി ഒന്ന് ഒരു എന്താ പറയാ, അത്ര ഹാഷ് അല്ല അല്ലേ. റോഷൻ ഞാൻ ഇവിടെ ലാസ്റ്റ് ഇയർ വരുന്നതിന് മുന്നേ റോഷൻ ഇവിടെ വിന്റർ ടൈമിലാണ് ലാസ്റ്റ് ഇയർ വന്നത്. നമ്മുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ റോഷനെ ഫോൺ ചെയ്യുന്ന സമയത്ത് റോഷൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഹാഷ് വിന്റർ ആണെന്ന്, ഭയങ്കര ഹാഷ് സ്നോ ആണെന്ന്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, വണ്ടിയൊക്കെ അവിടെ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഷൻ അതിനെ പറ്റി എന്താ റോഷൻ പറയുന്നത്? അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആവുന്നതാണ്. വണ്ടി ആണെന്നുള്ള ഞാൻ ജോലിക്ക് ഇറങ്ങിയത് ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് ഒതുങ്ങിയിട്ട് ജോലിക്ക് പുറത്തിറങ്ങി അന്ന് ജോലി ക്യാൻസൽ ആക്കേണ്ടി വന്നു. അവർ തന്നെ ക്യാൻസൽ ആക്കി വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ലേ ബസ്സൊക്കെ അനുകൂല. ഇത് സ്നോ ആണ്, നിങ്ങളുടെ മഴ പോലെ ഒന്നല്ല ഈ കാര്യം. ഇത് സ്നോ എന്ന് പറഞ്ഞാൽ വണ്ടി അനങ്ങൂല, സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കും, ടയറ് കറങ്ങൂല, ഒന്നും ഗ്രിപ്പ് ഉണ്ടാവില്ലല്ലോ. അത്ര സ്നോ അതായത് കുറച്ച് ഏതോ നോക്കുന്നല്ലാണ്ട് ഇത് നമ്മുടെ ടയറല്ലേ, ഇത് കുറച്ചൊരു ചെറിയൊരു ഗ്രിപ്പ് കിട്ടും നല്ലാണ്ട്. പക്ഷെ എത്ര ഹാഷ് വിന്റർ ആണെങ്കിലും എത്ര അതല്ലെങ്കിലും പുറത്ത് ആൾക്കാർ ഇറങ്ങും കേട്ടോ. ഇവിടെ അങ്ങനെ പുറത്ത് ആൾക്കാർ ഇറങ്ങാണ്ടിരിക്കത്തൊന്നുമില്ല. ഇതുണ്ടോ റോഡിപ്പം മൊത്തം വണ്ടികളാണ്. അവര് ജോലിയും കാര്യങ്ങളൊക്കെ അത്രയും സിവിയർ ഹാഷ് വിന്റർ ആണെങ്കിലും സ്നോ ആണെങ്കിലും മാത്രമേ അവരിപ്പോ റോഷൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇയർ അവര് തന്നെ വേണ്ടാന്ന് വെക്കും. അങ്ങനെയുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ ഇങ്ങനെ ഈ ഒരു വിന്റർ. ചിലപ്പോ ഉണ്ടാവത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിന്ററിൽ ജീവിച്ച് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വലിയ സംഭവമല്ല. ഞാൻ ആക്ച്വലി എന്റെ ജോലി സ്ഥലത്തെ ആൾക്കാർ എന്നോട് പറയാണ്ട് ഇത് ഇക്കാലത്തൊന്നും വിന്ററേ അല്ല, ഇതൊക്കെ ഭയങ്കര, നമ്മളുടെ ആ സമയത്തൊക്കെ ഓൾമോസ്റ്റ് 6 മാസം വിന്ററും 6 മാസം സമ്മർ, 6 മാസം ബാക്കിയുള്ള സീസൺ വെതറും ആണ് എന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ വെച്ചിട്ട് കാണാം അവിടെ എന്താണ് നമ്മുടെ ഈ ഗ്രോസറി ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അയ്യോ നല്ല സ്നോ ആണ് കേട്ടോ. റോഡൊന്നും കാണുന്നില്ല അല്ലേ റോഷ? നമ്മള് ഇത്ര ഹാഷായിരിക്കും വിചാരിച്ചിട്ടില്ല. അപ്പോ ഇപ്പോ എന്താ പറയാ, ഈ ഒരു സമയത്ത് ഇത്ര സ്നോവും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. പക്ഷെ നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇത് പോയിട്ടുണ്ടാവും അല്ലേ റോഷ? ഇല്ല, ഞാനത് കഴിഞ്ഞ് ലാസ്റ്റ് വീക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്നോ ഇത്ര ഹാഷ് ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്നോ ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പൊ രാത്രി ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു, ദൈവമേ നാളെ ഇനി ഓഫീസിൽ പോക്കൊക്കെ ഒരു പണിയായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ രാവിലെ എഴുന്നേറ്റതും സംഭവം നോക്കുമ്പോഴത്തേക്ക് മൊത്തം റോഡിലൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഈ നമ്മളിന്ന് ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളതിന്റെ ഒരു ഐഡിയ തരാം. ചില ദിവസങ്ങളിൽ ഇപ്പോൾ റോഷൻ ഒരു ജിമ്മിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ ചെറിയൊരു ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചില ദിവസങ്ങളിൽ രാത്രിയാവുമ്പോൾ റോഷൻ്റെ ജോലി 8 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ, എൻ്റെ ജോലിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതുപോലെ പിന്നെ കുറച്ച്
ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ ഗ്രോസറി ഡെലിവറി. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രോസറി ഡെലിവറിയാണ്. നമ്മൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് വരും. ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഇത്ര ഗ്രോസറി ലിസ്റ്റ് ഇട്ടുണ്ടാവും, ആ പറയുന്ന ഗ്രോസറി കടയിൽ പോയി ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൃത്യസമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രോസറിയിലെത്തി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കുമല്ലോ. പക്ഷേ ഗ്രോസറി എത്തിയ സമയത്ത് ഇന്ന് ഭയങ്കര ബിസി ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ക്ലൈമറ്റ് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഇന്നങ്ങനെ ഭയങ്കര തിരക്ക്. ആൾക്കാർ അങ്ങനെ ഒരുപാട് പേര് ഇന്ന് ഗ്രോസറിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ഇറങ്ങത്തില്ല. എല്ലാവരും വീട്ടിലിരിക്കലായിരിക്കും, വീട്ടിലിരുന്ന് ചില്ല് ചെയ്യാൻ. പക്ഷേ ഇന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല. നോർമലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരപര ഓട്ടമായിരിക്കും അല്ലേ. പിന്നെ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ചെയ്യാനല്ലേ റോഷ. ചില ദിവസങ്ങളിൽ ഇത് ഭയങ്കര ഫണ്ണായിരിക്കും. റോഷൻ എനിക്ക് കുറച്ച് ലിസ്റ്റ് തരും, റോഷൻ കുറച്ച് ലിസ്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഗ്രോസറി കടയുടെ ഒരാൾ അങ്ങേ എൻഡിൽ പോകും, ഒരാൾ ഇങ്ങേ എൻഡിൽ. അങ്ങനെ ഫുൾ നല്ല രസമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ കപ്പിൾസിനും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ ഏകദേശം എല്ലാവരും ചെയ്യണം എന്നാണ്. അല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുക. അയ്യ എന്താ സ്നോ എന്നറിയോ. പക്ഷെ അവിടെ എനിക്ക് ഞാനും വരുന്നുണ്ട്. നല്ല സ്നോ ആണ്, ഇതുണ്ടോ റോഷ? എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്? എത്ര ഐറ്റംസ് ഉണ്ട്? 11. ഓക്കെ, 11 ഐറ്റംസ് എടുക്കാനുണ്ട്. അപ്പോൾ എനിക്കും 1-2 കാണിച്ചു, ഞാനും ഹെൽപ്പ് ചെയ്യാം. റോഷ വല്ലതും കിട്ടിയോ? റോഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മൾ സാധനം നോക്കുക, ഇതിൽ സ്കാൻ ചെയ്യുക, അത് കൺഫേം ആവുന്നത് അത് ഇതായിക്കോളും. കൺഫേം അല്ലെങ്കിൽ ഇത് കണ്ടോ, എല്ലാ സാധനങ്ങളും കിട്ടി. അവസാനം ഒരു സാധനത്തിന് വേണ്ടി മാത്രം നട്ടപ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. ഇത് ഓരോരോ ബ്രാൻഡുകളുണ്ടാവും, അത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാനും പറ്റത്തില്ല. അതേ സാധനം തന്നെ ഇതുണ്ടോ. ഇതിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പല ബ്രാൻഡ്സ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ബ്രാൻഡിൽ തന്നെയുള്ള സാധനം വാങ്ങിക്കൽ. അങ്ങനെ ആ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ പോയിട്ട് കസ്റ്റമറിൻ്റെ അടുത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കണം അല്ലേ റോഷ? നമ്മൾ ഈ ഗ്രോസറി മറ്റുള്ളവർക്ക് ഗ്രോസറി ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ വല്ലതും നമ്മൾക്ക് പറ്റിയത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് പേരയ്ക്ക, ഫ്രഷ് ഒന്നുമല്ല പക്ഷെ കുഴപ്പമില്ല കേട്ടോ. നോർമലി കിട്ടുന്നതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള പേരയ്ക്കാണ്. അപ്പോൾ പേരയ്ക്കയും കഴിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വണ്ടി ഈ സമയത്ത് ഈ സ്നോ വീഴുന്ന സമയത്ത് നാളത്തേക്ക് റോഡൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുക വെച്ചാൽ ഉപ്പിടാൻ വേണ്ടി ഒരു വണ്ടി വരില്ല. പക്ഷെ ഒരു ട്രക്ക് വരും. ആ ട്രക്കിന്റെ ബാക്ക് സൈഡ്, അത് ബാക്കിൽ മൊത്തം ഉപ്പായിരിക്കും. അപ്പൊ അവര് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് അവര് ഉപ്പിങ്ങനെ ഡിസ്പെൻസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവര് റോഡ് വണ്ടികൾക്ക് ഓടിക്കാൻ മാത്രം റെഡിയാക്കി കൊടുക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ പോകുന്നത് ലോക്കൽ റോഡ്സിലൂടെയാണ്. മെയിൻ എക്സ്പ്രസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓൾറെഡി അവർ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓടിക്കാൻ സുഖമാണ് ഏകദേശം. അവിടെ ഓൾറെഡി അവിടെ വണ്ടി ഓടുന്നല്ലോ 100 കിലോമീറ്ററിലല്ലോ, 100 കിലോമീറ്റർ സ്പീഡിലാണ്. അതുകൊണ്ട് നീറ്റായിട്ട് അവര് ഓടിക്കാൻ സുഖമായിരിക്കും. അങ്ങനെ നമ്മളെ ലൊക്കേഷൻ എത്തി. ഇതിപ്പോ ഇനി റോഷൻ അവിടെ പോയി കൊടുക്കും. റോഷൻ പോയിട്ട് വരട്ടെ. റോഷൻ നമ്മുടെ കാറ് മൊത്തം
ഇതായല്ലോ. റെഡിയാക്കൊന്ന്. ഇതെന്താണല്ലേ എല്ലാരും കൂടി ഒരുമിച്ച് കുടുങ്ങി കിടക്കാണോ ഇത്? കണ്ടോ ഇയാളുടെ വണ്ടിയുടെ ടയർ പോകുന്നുണ്ടോ റോഷ? അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എന്താ ഒരു ദിവസം. നല്ല സ്നോയും. നമ്മൾ വണ്ടിയിൽ ആക്ച്വലി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റോഡിൽ സ്റ്റക്കാവെന്ന് വിചാരിച്ചു. എത്ര വണ്ടികളാണെന്നറിയാം സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഭയങ്കര അപകടം പിടിച്ച സമയമാണ്. സ്നോ ആണ്, മൊത്തം സ്നോ ആണ്. ഇവിടെയൊക്കെ ഫുൾ സ്നോ ആണ്. മഞ്ഞ് പോലെ വീണിട്ടുണ്ട്. ഇത് മല പോലെ ഉണ്ട് റോഷ ഇവിടെയൊക്കെ. അങ്ങനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിന് പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മളെ അഡ്വഞ്ചറസ് ഡേ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, വണ്ടിയൊക്കെ എടുത്ത് പോയപ്പോൾ ഭയങ്കര നമ്മൾ ആദ്യം വെതറൊന്നും നോക്കാണ്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കുറേ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ സ്നോ കാരണം റോഡൊക്കെ ഇപ്പം ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഇന്ന് സ്നോ സ്റ്റോമും കൂടി ആയതുകൊണ്ട് നല്ല സ്നോയും ഉണ്ട് റോഡിൽ. അപ്പോൾ എത്ര വണ്ടികളാണെന്നറിയോ റോഡിലൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് പേടിച്ചിട്ടാണ് നമ്മൾ വെതർ നോക്കാണ്ട് പോയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും നല്ല രസമായിരുന്നു. എന്തായാലും സ്നോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്ന് വീഴവും പിടിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അതൊരു നല്ല കാര്യം. അപ്പോൾ വന്ന് നല്ല ചൂടോടെ കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മുടെ ഡേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ കിടക്കാൻ പോവാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് മുന്നിൽ വരുന്നത് വരെ ബൈ.